ഹായ് ഹലോ കൂട്ടുകാരെ, പാട്ടുപാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരിക. അപ്പോൾ നാളെ നമുക്ക് വിഷുവാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി തിരക്കുകളാണ്. എല്ലാവരും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് നാളെ തിരക്കുകളുടെ ഘോഷയാത്രയാണ്. അപ്പോഴിന്ന് കാപ്പി ഉണ്ടാക്കാനൊക്കെ താമസിച്ചു. എൻ്റെ കുഞ്ഞു മക്കളൊക്കെ എഴുന്നേറ്റ് വരാൻ ഒത്തിരി താമസിച്ചു, വെക്കേഷനില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ചപ്പാത്തിയും മുട്ടക്കറിയും വയ്ക്കാൻ പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒത്തിരി നമ്മുടെ ഗുരുവായൂരപ്പന് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും ഗുരുവായൂരപ്പനല്ലേ, കൃഷ്ണനല്ലേ, അപ്പോൾ കൃഷ്ണന് വേണ്ടി ഇത്തിരി സമയം ചിലവഴിക്കാൻ പോവുകയാണ് ഇന്ന് ഞാൻ. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ട്. കടുകിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള, പച്ചമുളക് നമുക്കിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ കുറച്ചേ ഇടാവൂ. അത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇടാവുന്നതാണ്. അപ്പോൾ വിഷു സംബന്ധിച്ച് എന്താണ് നമുക്ക് സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് വാടി സെറ്റായി വരണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വിഷുവിനെ സംബന്ധിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് മൂട്ടിൽ പിടിക്കും, അടിയിൽ പിടിക്കും. അപ്പോഴത് ഉള്ളി കങ്ങിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ചെവിയാണ്. നമ്മളുടെ ടേസ്റ്റുകൾ മൊത്തം പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. കുറച്ച് ഉലുവ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കുറച്ച് മതി. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കാനുള്ള ആള് വേറെയാണ്. ഇനി നമുക്കതിലേക്ക് ഈ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തുകൂടി കറി ഗ്രേവി അതിൻ്റെ പുറത്തുകൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടത് നെയ്യൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ട് വരണം. അപ്പോൾ എൻ്റെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിന് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒത്തിരി എണ്ണ തടവി കൊടുക്കാം. ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡിയായി വരുന്നുണ്ട്.
അപ്പോൾ കൂട്ടുകാരെ എൻ്റെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയായിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഹായ് ഹലോ കൂട്ടുകാരെ, ചപ്പാത്തിയും മുട്ടക്കറിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയുമായിട്ട് കഴിക്കാം. എല്ലാവരും വായോ. ചപ്പാത്തി എങ്ങനെയുണ്ടെന്നും കറി എങ്ങനെയുണ്ടെന്നും നമുക്ക് നോക്കാം. ഇത് കറി നോക്കട്ടെ. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി മുട്ടക്കറി. ഇങ്ങനെ വേണം വയ്ക്കാൻ മുട്ടക്കറി. കുരുമുളകിൻ്റെയും മസാലയുടെ എല്ലാം ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒത്തിരി ചെയ്യിടാവും. കറിവേപ്പില എനിക്കില്ലായിരുന്നു, നാടൻ കറിവേപ്പില, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചേർത്തിട്ടില്ല. സൂപ്പർ കൂട്ടുകാരെ, സൂപ്പർ. എല്ലാവർക്കും വിഷു ആശംസകൾ. ഓക്കെ, ബൈ.